കെ.സി. വേണുഗോപാൽ എം.പി, ആലപ്പുഴയുടെ എം.പി, അദ്ദേഹമാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ സ്പീക്കറാണ് നിയമിച്ചിട്ടുള്ളത്. അത് ഈ അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അവർ നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലുള്ള അപാകതകളും അഴിമതികളും അതിനെക്കുറിച്ചുള്ള വിശദമായൊരു അന്വേഷണം നടത്തി. ഇവിടെ കുര്യാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഉണ്ടായത് നമ്മളറിയാമല്ലോ. ഹൈവേ തകർന്നു, അതായത് പണിഞ്ഞുകൊണ്ടിരുന്ന ഹൈവേ തകർന്നു. വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ആണ് യാത്രക്കാർ രക്ഷപ്പെടുന്നത് അവിടെ പെട്ടത്. ഇനിയും അപകട ഭീഷണിയിലാണ്. ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസൈൻ, ആ ഡിസൈൻ തന്നെ മുഴുവൻ തെറ്റായിരുന്നു എന്ന് വെളിവായി. അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI അവർ തന്നെ സമ്മതിക്കുന്നു ഇങ്ങനെ ഡിസൈനിലെ പിഴവാണ്, അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം. ഇതൊക്കെ പഠിക്കാതാണോ റോഡ് നിർമ്മിക്കുന്നത്? എന്ത് അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. മല വെട്ടി താഴെ ഇറക്കുകയാണ്, ഇറക്കിയിട്ട് വലിയ കുഴി കൂടാണ് ഇത് വണ്ടി പോകേണ്ടത്. പോകുമ്പോൾ രണ്ട് സൈഡിലുള്ള മലകളുണ്ടല്ലോ, അതിൻ്റെ മണ്ണിൻ്റെ ബലം അതിന് ചെറിയ ആണിയൊക്കെ അടിച്ച് അങ്ങ് നിർത്തുക. ഈ ആണി അടിച്ച് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പശയ്ക്ക് പകരം പണ്ട് ചോറ് വെച്ച് ആളുകൾ ഒട്ടിക്കുമായിരുന്നു കേട്ടോ. അത് തൽക്കാലം അത് ഉണങ്ങിയിരിക്കുന്നവരെ പശ ഉണ്ടാവും. ആ രീതിയിൽ ചെയ്യുന്ന പണികളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആണ് ഹൈവേയുടെ സൈഡ് പണിയുന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഇടിഞ്ഞ് വീഴാതിരിക്കും? മണ്ണ് എപ്പോൾ ഇടിഞ്ഞ് വീഴുമെന്ന് നോക്കിക്കൊണ്ടാൽ മതി. ഭയന്ന് ഞാൻ കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യാറ് പോലുമില്ല. കാരണം ഈ കുഴി കൂടി ഇങ്ങനെ പോകുന്നതിൻ്റെ പേടി, ജീവൻ കയ്യിലെടുത്ത് വേണം പോകാൻ. എപ്പം മല ഇടിഞ്ഞു വരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. ആ രീതിയിലാണ് ഈ കലാമിറ്റി ഇതിങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ കരാറുകാർ കാണിച്ചേക്കുന്ന വൻ അഴിമതിയാണ് വെളിയിലേക്ക് വന്നേക്കുന്നത്. ഇതിനകത്ത് വലിയ സാമ്പത്തിക തട്ടിപ്പ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ, വളരെ. അത് ഈ ഇപ്പോൾ ഏതാണ്ട് വെളിയിലേക്ക് വന്നേക്കാണ്. കാരണം ഈ കരാറുകാരൻ വലിയ തുകയ്ക്ക് ഇങ്ങോട്ട് കരാറെടുക്കും. അത് നമ്മൾ ഈ മേക്ക കൺസ്ട്രക്ഷൻസും ഒക്കെ കണ്ടില്ലേ, അവർക്കൊക്കെ എങ്ങനെ ഇത് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇന്ത്യ മുഴുവനുള്ള കരാറ് അവർക്ക് കിട്ടും. കാരണം അതുപോലാണ് അവർ ഈ എലക്ഷൻ ഫണ്ടിലേക്ക് പണം ഇങ്ങനെ പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ കണ്ടതാണ് കേട്ടോ. കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് വലിയ തുക എന്ന് പറഞ്ഞാൽ എത്ര കോടികളാണ്, നൂറുകണക്കിന് കോടികൾ, ആയിരക്കണക്കിന് കോടികളാണ് തള്ളിയിട്ടുള്ളത്. അപ്പോൾ അവന്മാർക്ക് 1000 കോടി അവർ കൊടുക്കുമ്പോൾ അവർ 1,00,000 കോടി കിട്ടണം തിരിച്ച്. ആ പണി ചെയ്യും. അങ്ങനെയാണ് ഈ ഹൈവേ എല്ലാം ഇതിൻ്റെ നിലവാരം ഇതുപോലെ താഴോട്ട് പോകുന്ന കാര്യം, ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് പോകാൻ കാര്യം. ഇനി ഇതിപ്പോൾ തിരുവനന്തപുരത്തിനടുത്ത് കടമ്പാട്ടുകുളം എന്ന് പറയുന്ന ഭാഗത്ത് ഹൈവേയുടെ നിർമ്മാണം. ആ ഹൈവേയുടെ ആ കൺസ്ട്രക്ഷൻ കരാർ കമ്പനി എടുത്തത് അത് 3600 കോടി രൂപയ്ക്കാണ് ആ കരാറെടുത്ത്. എന്നിട്ട് അതിന് അവർ ഒരു സബ് കോൺട്രാക്ട്, ഒരു ഉപകരാറുകാരനെ ഇതങ്ങ് ഏൽപ്പിച്ചു. ഈ പണി മുഴുവൻ ഏൽപ്പിച്ചത് എത്ര രൂപയ്ക്കാണെന്നറിയോ അവരേൽപ്പിച്ചേക്കുന്നത്? അതാണ് തമാശ. അത് 760 കോടി രൂപയ്ക്ക്. അപ്പം 3600 കോടി രൂപയ്ക്ക് കരാറുകാരൻ എടുക്കുന്നു, 760 കോടി രൂപയ്ക്ക് ഈ പണി മുഴുവനായിട്ട് ഒരു ഉപകരാറുകാരന് കൊടുക്കുന്നു. ഈ ഉപകരാർ എടുത്തേക്കുന്നതിനും ലാഭം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഈ പണം എങ്ങോട്ട് പോകുന്നു നോക്കിക്കോളൂ. നികുതിപ്പണം. നമ്മുടെയൊക്കെ നികുതിപ്പണമാണ് ഈ പോകുന്ന 3600 കോടി രൂപയ്ക്ക് ഒരു കരാറ് ഒരുത്തിന് കൊടുക്കുന്നു. അതെടുത്തവൻ അത് നേരെ മറിച്ച് ഉപകരാറായിട്ട് ആ മുഴുവൻ പണിയും ഒരു ഉപകരാറുകാരന് കൊടുക്കുന്നു, സബ് കോൺട്രാക്ടർക്ക് 760 കോടി രൂപയ്ക്ക്. അപ്പോൾ എത്ര രൂപയാണ് ഈ കരാറുകാരൻ ഈ കമ്മീഷനായിട്ട് അടിക്കുന്നത്? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിന് പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? അത് ഈ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഉൾപ്പെടെയാണ്. എന്തു പറയുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? ഭൂമി ഏറ്റെടുക്കുന്നതിന് കരാറുകാരനാണോ പണം കൊടുക്കുന്നത്? കരാറുകാരനും ഭൂമി ഏറ്റെടുക്കലുമായിട്ട് എന്തോ ബന്ധം? കരാറുകാരൻ ഭൂമി ഏറ്റെടുക്കാൻ ചെന്ന ആരെങ്കിലും ഭൂമി വിട്ടുകൊടുക്കുമോ? ഗവൺമെൻറ് അല്ലേ ഭൂമി ഏറ്റെടുക്കുന്നത്. അപ്പം അതിന് തന്നെ പണം കൊടുത്തെന്നിരിക്കട്ടെ, എന്നാലും ഇതിൻ്റെ ഈ പറയുന്ന അധികം കമ്മീഷൻ്റെ പകുതി പോലും അതിനാവത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രത്തോളം, അതായത് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഓരോ റീച്ചിൽ ഉള്ളത്. അപ്പോൾ ഇത്
ഇവിടെ തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് മംഗലാപുരം വരെ ഉള്ള ഈ ഭാഗത്ത് എത്ര രൂപയാണ് ഇതിൽ നിന്ന് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ നമുക്ക്. ഇത് ഗോവ വരെയുള്ള റോഡാണ്. അപ്പോൾ എത്ര കോടി, എത്ര ആയിരം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയല്ലേ നടക്കുന്നത്. ഇത് ഒരാളുള്ളത് ഇവർ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ വേണുഗോപാൽ കണ്ടുപിടിച്ചതാണ് ഈ പറഞ്ഞത്. ഇത് എന്നിട്ട് ഇതിന് നടപടി വേണം. അതിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, പാർലമെൻറ്റിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ കമ്മിറ്റി. ആ റിപ്പോർട്ടിൽ അതിശക്തമായ നടപടി വേണം. ഇത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയുള്ളൂ, ഈ ആയിരക്കണക്കിന് കോടി രൂപ അടയ്ക്കുന്ന ഈ കോൺട്രാക്റ്റുകാരുണ്ടല്ലോ, ഇതുപോലെ അടിക്കുന്ന കമ്മീഷൻ അടിക്കുന്നവർ, യവന്മാർ ഇതും കഴിഞ്ഞിട്ട് ഈ റോഡ് ഇങ്ങനെ പണിഞ്ഞ ജനങ്ങളുടെ ബാധ്യത ഈ ആയിരക്കണക്കിന് കോടി രൂപ അവരുടെ പോക്കറ്റിൽ നിന്ന് പോയത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഇവന് എല്ലായിടവും ടോള് പിരിക്കാനായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അങ്ങോട്ട് കൊടുക്കും. ആ ടോളിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കുന്നത് എങ്ങനെ അത് എടുക്കുന്നത് നോക്കണം. അതായത് 300 ശേഷം കോടി രൂപയുടെ ടോള് കേട്ടോ. ഇതുവരെ ഒരിടത്ത് പിരിച്ചേക്കുന്നത് എത്രയെന്നറിയോ? 1773 കോടി രൂപ. എന്നാലും ഇതിൽ നിന്ന് ജനങ്ങൾക്ക് മോചനമില്ല. അതായത് 300 രൂപ കിട്ടേണ്ട സ്ഥലത്ത്, ഈ നിർമ്മാണത്തിന് കിട്ടേണ്ട സ്ഥലത്ത് അതിനായിട്ട് കൊടുക്കുന്നു. ആ കൊടുക്കുമ്പോൾ 300 രൂപയ്ക്ക് കോടി രൂപയ്ക്ക് ഒരുത്തന് കൊടുക്കുന്നു. കൊടുത്തിട്ട് അവൻ പിരിച്ചെടുക്കുന്നത് എന്താണെന്നറിയോ? 1773 കോടി രൂപ ഇതുവരെ പിരിച്ചേക്കുന്നത്. ഇനിയും നിർബാധം പിരിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങൾ മരിക്കുന്നവരെ യവന് കാശ് കിട്ടും പിരിക്കാൻ. ഇതുപോലെ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊടും അഴിമതി. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ പുള്ളികളായി ചെയ്യുന്നത്. അത് കാരണം ഇതിൻ്റെ പുറകെ ഒന്നും ആരും പോകത്തില്ല കേട്ടോ. കാരണം ഇവിടെ മണ്ണെടുക്കുന്നത്, ഞാൻ ചോദിക്കും, ഒരുത്തനൊരു പാവപ്പെട്ടവൻ അവൻ്റെ 2 സെൻറ്റ് സ്ഥലത്തൊരു വീട് വെക്കണം. അതിന് അതൊന്നും ഉയർത്താനായിട്ട് മണ്ണെടുക്കാൻ പോയാലോ, യൂണിയൻകാരാദ്യം കൊണ്ട് നിങ്ങൾക്ക് കൊടി കുത്തും. കാരണം അവന് ഒന്നുമില്ലാത്ത 2 സെൻറ്റല്ലേ, അവൻ എന്ത് ചെയ്യാനൊക്കും? കൊടി കുത്തും. അത് ചെയ്യാനൊക്കെയല്ല. ഇനി കൊടി കുത്തുന്ന എന്തിനാ? അവന്മാർ ചോദിക്കുന്ന കാശ് എല്ലാം കൊടുത്തോണ്ടോ, അതിനാണ്. അത് കൊടുക്കാതിരിക്കുമ്പോഴേ കൊടി കുത്ത് നടക്കുന്നത്. എന്നിട്ട് ഈ മണ്ണെടുക്കാൻ പോയാലോ, അതിൻ്റെ പുറകെ മണ്ണ് പോലീസ് പിടിക്കും, ജിയോളജി വകുപ്പ് പിടിക്കും, ഇതെല്ലാം പിടിക്കും. നേരെ മറിച്ച് ഈ ഹൈവേയുടെ നിർമ്മാണത്തിന് എന്നുള്ള രീതിയിലുണ്ടല്ലോ, യവന്മാർ മണ്ണെടുത്ത് വിറ്റേക്കുന്നത് ചില്ലറയൊന്നുമല്ല കാണുന്നത്. അത്ര വലിയ അഴിമതി, അതിൻ്റെ പുറത്തൊക്കെ ഗുരുതരമായ അഴിമതിയുണ്ട്. ഇത് ഇവിടെ ആ കാസർഗോട്ടേക്ക് പോകുന്ന വഴിക്കൊക്കെ ഒരു കുന്ന് മുഴുവൻ കുളമാക്കി എന്ന് പറഞ്ഞാൽ, ആ കുന്നിന്ന് മുഴുവൻ മണ്ണെടുത്തിട്ട് അത് കുളമായി മാറിയപ്പോൾ ഭയങ്കര വെള്ളം കെട്ടിക്കിടക്കുക, വലിയ കുളം. ആ രീതിയിൽ അതിന് എന്തുമാത്രം അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഇതിനകത്ത് വെള്ളം തങ്ങിയിട്ട് ഈ കുന്ന് റോഡിലേക്ക് തന്നെ ഇടിയും. അതാ വരാൻ പോകുന്നത്. വളരെ വലിയ അപകടമാണ് ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് മുഴുവൻ. അത് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. കാരണം എന്താണെന്നറിയോ? ഇവനൊക്കെ വലിയ പുള്ളികളും നല്ല പണമുള്ളവന്മാരുമാണ്, വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്. അവരോടൊന്നും ആരും ചോദിക്കാനൊന്നും പോകത്തില്ല. ഈ പാവപ്പെട്ടവനുണ്ടല്ലോ എന്നും തെരുവിലാണ്. അവന്മാർ കുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പണക്കാർ ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്നു മുകളിലേക്ക്. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിൽ ശരിയായ നടപടി വേണം. ഈ പാർലമെൻറ്റിൽ കൊടുത്തേക്കുന്ന ഈ റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ട് ശരിയായ രീതിയിൽ പരിഗണിച്ച് അതിൽ ശരിയായ ചർച്ച നടത്തി അതിൻ്റെ അഴിമതിയിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിലേക്ക്, അഴിക്കുള്ളിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം നോക്കണം. അതാണ് ചെയ്യേണ്ടത്.